നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. സൂര്യ ശനി സംയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏപ്രിൽ 12 വരെ ശനി ഇവരെ തൊടാൻ മടിക്കും. അതായത് 9 നക്ഷത്രക്കാരുടെ ഭാഗ്യദായകമായ അവസ്ഥയെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 12 വരെ ആണെങ്കിൽ കൂടി ഭാഗ്യദായകമായിരിക്കുന്ന ഈ അനുഭവം ഓഗസ്റ്റ് മാസം വരെ പറയാൻ പോകുന്ന നക്ഷത്ര ജാതർക്കുണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2026 ഏപ്രിൽ 12 രാത്രി വരെ ശനി സൂര്യനുമായി ചേർന്ന് ബലഹീനനായിട്ട് തുടരുകയാണ്. ബലഹീനനായ ഒരു ഗ്രഹം ഗുണദോഷ ഫലങ്ങൾ നൽകാൻ പ്രാപ്തിയുള്ളതല്ല എങ്കിൽ പോലും ആ ഗ്രഹം നൽകിക്കൊണ്ടിരുന്ന ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്ന സമയമാണിത്. ശനിയുടെ അവസ്ഥാമാറ്റം അടിസ്ഥാനമാക്കിയാണ് ഈ പറയാൻ പോകുന്ന നാളുകാർക്ക് ഗുണഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നത്. ആ ഗുണഫലം തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസം വരെ പ്രതിഫലിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രമാണ്. 7ാം ശനി കാഠിന്യം കുറയുന്ന ഒരു സമയമാണിത്. പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും. മംഗല്യഭാഗ്യമുണ്ടാകും. ലഹരി വസ്തുക്കളിൽ നിന്ന് മുക്തി നേടാവുന്ന കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. വീടൊക്കെ വയ്ക്കുവാനുള്ള ശ്രമം നടത്തിക്കൊള്ളുക. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സന്താന ഭാഗ്യത്തിനുള്ള സമയവും ഇതുതന്നെയാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. കണ്ടക ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മകയിരം നക്ഷത്രക്കാർക്ക് ആശ്വാസം ലഭിക്കുമെന്നുള്ളതാണ്. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകും. സമയത്ത് ബന്ധുഗുണം ലഭിക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് തീർച്ചയായും ബന്ധുക്കളുടേതായ സഹായവും ഗുണവും ഉണ്ടാകും. പണം നൽകാനുള്ളവരിൽ നിന്ന് പലിശ സഹിതം ലഭിക്കുമെന്നുള്ളതാണ്. ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ, വിദേശ യാത്രയ്ക്കുള്ള ശ്രമം ഇവയിൽ വിജയിക്കുവാൻ മകയിരം നക്ഷത്രക്കാർക്ക് കഴിയുമെന്നുള്ളതാണ്. സന്താനങ്ങൾ മൂലം മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. കണ്ടക ശനിയുടെ കാഠിന്യം തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കുറയുകയാണ്. ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാവും. സ്ഥലം മാറ്റം, അതുപോലെ തന്നെ പ്രമോഷനുള്ള സാധ്യത തുടങ്ങിയവ ഉണ്ട്. ബന്ധുക്കൾ വഴി കാര്യസാധ്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് ഉപഹാരങ്ങൾ അഥവാ സമ്മാനങ്ങൾ ലഭിക്കും. കർമ്മരംഗം ഏതു തന്നെയായാലും പുഷ്ടിപ്പെടും. തൊഴിൽ രംഗത്ത് മികവ് പുലർത്തുമെന്നുള്ളതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷം ശരിക്കും മാറിക്കിട്ടും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും. ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തുവാനുള്ള ഭാഗ്യമുണ്ട്.
കുടുംബത്തിൽ ശാന്തതയുണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും ഉറപ്പായും ഉണ്ടാകും. അടുത്തതായി പുണർദം നക്ഷത്രമാണ്. കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനി ദോഷദുരിതങ്ങൾ നീങ്ങി ജീവിതത്തിലും തൊഴിലിലും ഉയർച്ചകളുണ്ടാകും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകും. വാഹന ലാഭത്തിന് യോഗം കാണുന്നുണ്ട്. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ കിട്ടും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കും. അതോടെ പലതരത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക വിഷമതകൾ മാറിക്കിട്ടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യം നിറവേറും. അടുത്തതായിട്ട് ഉത്രം നക്ഷത്രമാണ്. കണ്ടകശനി കാഠിന്യം കുറയുകയാണ്. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും. ഗൃഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടമുണ്ടാകും. ബന്ധുഗ്രഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്ത് കഴിയുവാൻ അവസരമുണ്ടാകും. പുതിയ പദ്ധതികളിൽ പണം മുടക്കും. അതിൽ നിന്ന് മികച്ച നേട്ടവും കൈവരിക്കും. അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ഉറപ്പായും ലഭിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തത് അത്തം നാളാണ്. അത്തം നാളിനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ശനിയുടേതായിരിക്കുന്ന ഈ ശക്തി കുറവിൽ ദുരിതങ്ങൾക്ക് ശാന്തതയുണ്ടാകും. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനവും പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും. പരുക്ക്, രോഗ ദുരിതങ്ങൾ എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ട് നിൽക്കുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കും. മത്സര പരീക്ഷയിൽ വിജയം കണ്ടെത്തുവാൻ കഴിയും. ചിത്തിര നാളാണ് അടുത്തത്. നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനി ദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. വിദേശ സഞ്ചാരം സാധ്യമാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും. ബന്ധുജന സഹായം വഴി സാമ്പത്തിക വിഷമതകൾ മറികടക്കാൻ കഴിയും. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ടു കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ നേട്ടങ്ങൾ കൈവരിക്കും. സർക്കാർ ജോലി ലഭിക്കുവാൻ സാധ്യത ഏറെയാണ് കാണുന്നത്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്തത് മൂലം നക്ഷത്രമാണ്. ശനിയുടേതായിരിക്കുന്ന ശക്തി കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ കുറയുന്നു. മൂലം നക്ഷത്രക്കാർക്ക് മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മൂലം നക്ഷത്രക്കാർക്ക് മോചനമുണ്ടാകും. വിവാഹ ആലോചനകൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. രോഗദുരിതങ്ങളിൽ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും. പുതിയ ആഭരണം വാങ്ങുവാൻ സാധിക്കുന്ന കാലമാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്ന കാലവുമാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും വിജയിക്കുവാൻ കഴിയും എന്നുള്ളതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. അടുത്തത് പൂരാടം നാളാണ്. കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനി അതിൻ്റേതായ ദുരിതങ്ങൾ നീങ്ങുക തന്നെ ചെയ്യും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും. വാഹനം മാറ്റി വാങ്ങും. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. മാനസിക പിരിമുറുക്കം കുറയും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന വിജയം കൈവരിക്കുവാൻ കഴിയും. വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം ഉറപ്പായും ഉണ്ടാകും. സന്താന ഗുണം വർദ്ധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഉത്രാടം നാളിനെ കുറിച്ചാണ് പറയുന്നത്.
തൊഴിൽപരമായ നേട്ടങ്ങൾ ഉത്രാടം നാളുകാർക്ക് വന്നു ചേരും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാനുള്ള ഭാഗ്യമുണ്ടാകും. വാഗ്ദാനം നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ വാഗ്ദാനങ്ങൾ നൽകാതെ ഇരിക്കുക. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ മികവ് പുലർത്താൻ കഴിയും. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂലമായ നടപടികളുണ്ടാവും. യാത്രകൾ വേണ്ടിവരും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകളുണ്ടാവും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം, സന്താന ഗുണം തുടങ്ങിയവ അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കുന്ന സമയമാണിത്. അടുത്തതായി രേവതി നക്ഷത്രമാണ്. 7ാം ശനിയിൽ ജന്മശനി തുടരുന്ന രേവതി നക്ഷത്രക്കാർക്ക് ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നു. ശനിയുടെ ശക്തി കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരും. കുടുംബ ജീവിത സൗഖ്യം വർദ്ധിക്കും. മനസ്സിന് സുഖം ലഭിക്കും. വാഹനം മാറ്റിവാങ്ങുന്ന കാര്യം ആലോചനയിൽ വരും. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന വിജയം കൈവരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ കലാകായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും കീർത്തി ലഭിക്കുന്നതിനുമായിട്ട് അവസരങ്ങൾ ഉണ്ടാകും. തീർച്ചയായും എല്ലാ നല്ലതുകളും ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹങ്ങളാൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.